അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ബാക്കിയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കുമ്പോൾ ജി ഓഫ് എക്സ് മൈനസ് എ നോട്ട് ഇസ് ഈക്വൽ ടു 3x ഇൻറ്റു ജി എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതിൽ എ നോട്ടിൻ്റെ വാല്യൂ ഗിവൺ ദാറ്റ് ആണ്, ദറ്റ് ഈസ് 1 ആണ്. സോ ജി ഓഫ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 3x ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഈ ജി ഓഫ് എക്സിൻ്റെ ടൈം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. സോ ജി ഓഫ് എക്സ് മൈനസ് 3x ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ദറ്റ് ഈസ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് കോമൺ ആണ്. സോ 1 മൈനസ് 3x ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ എൽ സി എം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 ഇൻറ്റു 1 മൈനസ് എക്സ് ദറ്റ് ഈസ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഇതിൽ ന്യൂമറേറ്ററിൽ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. Therefore, g of x is equal to ഈ 1 മൈനസ് 3x കൊണ്ട് റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുന്നു. സോ ആൻസർ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഫാക്ടേഴ്സാണ്, ഡിനോമിനേറ്ററിൽ 2 ഫാക്ടേഴ്സാണ്. രണ്ടിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ലീനിയർ ഫ്രാക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഫാക്ടർ ദറ്റ് ഈസ് 1 മൈനസ് 3x പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. നമുക്ക് നോട്ടിൽ തിരിച്ചാണ് എടുത്തിരിക്കുന്നത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ദെൻ ഇതിൽ ഡിനോമിനേറ്റർ എൽ സി എം എടുക്കുന്നു. അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് 1 ബൈ ലെഫ്റ്റിൽ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എൽ സി എം എടുക്കുമ്പോൾ എ ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ്. ഈ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് അത് കട്ട് ചെയ്തങ്ങ് പോകും. അപ്പോൾ ന്യൂമറേറ്റർ മാത്രം കിട്ടും. സോ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് എക്സ് പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 3x. ഇതിൽ എക്സിന് വാല്യൂ കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 മൈനസ് 1 എന്ന് പറയുന്നത് 0 ആയിട്ടങ്ങ് പോകും. അപ്പോൾ ഇവിടെ എക്സിന് വാല്യൂ എടുക്കുന്നു. പുട്ട് എക്സ് ഈക്വൽ ടു 1. ലെഫ്റ്റ് സൈഡിൽ എക്സ് ഇല്ല. സോ ലെഫ്റ്റിൽ 1 തന്നെയാണ്. 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0 എന്ന് വരും. 1 മൈനസ് 1 ഈസ് 0 പ്ലസ് ബി ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1 ദറ്റ് ഈസ് 3. 1 മൈനസ് 3. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് 3 ഈസ് മൈനസ് 2b. സോ b ഈസ് ഈക്വൽ ടു മൈനസ് 1/2. b ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ദ നെക്സ്റ്റ് വാല്യൂ പുട്ട് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 1 തന്നെയാണ്. 1 ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എ ഇൻറ്റു 1 മൈനസ് 0 ദാറ്റ് ഈസ് എ ഇൻറ്റു 1 ഈസ് എ പ്ലസ് ഇവിടെ 0 കൊടുക്കുമ്പോൾ ബി എന്ന് കിട്ടും. എ പ്ലസ് ബി. ബിയുടെ വാല്യൂ മൈനസ് 1/2 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് 1/2. ഈ മൈനസ് 1/2 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ 1 പ്ലസ് 1/2 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു എ. ദെർഫോർ എ ഈസ് ഈക്വൽ ടു ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 പ്ലസ് 1 ദറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ 3/2 കിട്ടി, ബിയുടെ വാല്യൂ മൈനസ് 1/2 എന്ന് കിട്ടി. ദെർഫോർ ഈ പാർഷ്യൽ ഫ്രാക്ഷനകത്ത് ഇത് കൊടുക്കുന്നു. അപ്പോൾ 1 ബൈ 1 മൈനസ് 3x ഇൻറ്റു 1 മൈനസ് എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ 3/2. 3/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x പ്ലസ് മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതെന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് ഈ ഇക്വേഷൻ 3-കകത്ത് കൊടുക്കുന്നത് ദറ്റ് ഈസ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂവിനകത്ത് കൊടുക്കുന്നു.
ഇപ്പോൾ ജി ഓഫ് എക്സിനകത്ത് എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കുന്നു. എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ 3/2 ആണ്. സോ 3/2 ഡിവൈഡഡ് ബൈ 1 - 3x പ്ലസ് -1/2 ഡിവൈഡഡ് ബൈ 1 - x എന്ന് കിട്ടും. ഇതാണ് ജി ഓഫ് എക്സ്. ദറ്റ് ഈസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3/2 is a constant. So 3/2 into ഇതിനെ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. ദറ്റ് ഈസ് 1 - 3x ദി ഹോൾ റൈസ് ടു -1 -1/2 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു 1 - x ദി ഹോൾ റൈസ് ടു -1 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. ഇത് 1 - ax ദി ഹോൾ റൈസ് ടു -1, എയുടെ വാല്യൂ 3 ആണ്. ഇതാണെങ്കിലോ 1 - x ദി ഹോൾ റൈസ് ടു -1 തന്നെയാണ്. ഇതിനെ നമുക്ക് ജി ഓഫ് എക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് ദറ്റ് ഈസ് സിഗ്മ n = 0 to ∞ an into x റൈസ് ടു n ആണ്. അത് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു സിഗ്മ 1 - ax ദി ഹോൾ റൈസ് ടു -1 എന്ന് പറയുന്നത് സിഗ്മ n = 0 to ∞ a റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n ആണ്. എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3. സോ 3 റൈസ് ടു n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1/2 ഇൻറ്റു സിഗ്മ n = 0 to ∞ x റൈസ് ടു n. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ 1 - ax ദി ഹോൾ റൈസ് ടു -1 ആണ്. ഇവിടെയാണെങ്കിൽ 1 - x ദി ഹോൾ റൈസ് ടു -1 ആണ്. മനസ്സിലായല്ലോ? അതിനെ നമ്മൾ സമ്മിൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതി. ഇവിടെ therefore an ആണ് നമുക്ക് വേണ്ടത്. an ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു n ഇൻ ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിനകത്തുള്ള എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റാണ് an എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലെ ക്വാണ്ടിറ്റീസ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 3/2 കോൺസ്റ്റൻറ്റ് തന്നെ. 3/2 ഇൻറ്റു എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ദറ്റ് ഈസ് എത്ര കിട്ടി? 3 റൈസ് ടു n. 3/2 ഇൻറ്റു 3 റൈസ് ടു n മൈനസ് 1/2 കോൺസ്റ്റൻറ്റ്. 1/2 ഇൻറ്റു എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാ? ദറ്റ് ഈസ് 1. മനസ്സിലായോ? എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഒരു വാല്യൂ ഇല്ല. സോ 1 ആണ്. ഇവിടെ എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 റൈസ് ടു n ആണ്. ഇവിടെ എക്സ് റൈസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് an ആണ്. an ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു n ഇൻ ജി ഓഫ് എക്സ്. ആ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളിത് ഈ റൈറ്റ് സൈഡിൽ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ an-ൻ്റെ വാല്യൂ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യാം? 3 റൈസ് ടു n ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താവും? 3 റൈസ് ടു n+1 എന്നാവും. ദറ്റ് ഈസ് 3 റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/2 ഇൻറ്റു 1 ഈസ് 1/2. 2 ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 2 upon 3 റൈസ് ടു n+1 മൈനസ് 1. ദറ്റ് ഈസ് ദി വാല്യൂ ഓഫ് an-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കൂടെ നോക്കി, ജനറേറ്റീവ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസും കൂടെ നോക്കിയിട്ട് മാത്രമേ പോവാവൂ എക്സാമിന്. ബെസ്റ്റ് ഓഫ് ലക്ക്.